ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ നോമ്പിന് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അതിൽ നമ്മൾ ഇപ്പോൾ സൂറത്ത് യൂസുഫിൽ അതിൽ 39-ാമത്തെ ആയത്ത് വരെയാണ് വിശദീകരിച്ചത്. അവിടെ ആ വിശദീകരണ രംഗവും വിഷയവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ജയിലിൽ പ്രവേശിച്ച അവർ രണ്ടുപേർ കണ്ട സ്വപ്നം, ഒരാൾ മദ്യം ഉണ്ടാക്കുന്നത്, പിഴിഞ്ഞുണ്ടാക്കുന്നത്, അപരൻ തൻ്റെ തലയിൽ റൊട്ടി ചുമക്കുന്നത്. ഈ സ്വപ്നങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പകരുകയും അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, ജയിലിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെരുമാറ്റത്തിൽ അവർ യൂസുഫിൽ ആകൃഷ്ടരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ മറ്റു ജയിലിലുള്ള ആളുകളോട് അവിടെ നിന്നും പോകാതെ ഇദ്ദേഹത്തിനടുത്ത് വന്നിട്ട് ചോദിക്കണം. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരിരുവരും ബൗദ്ധ വിശ്വാസികളാണ്, പരലോക നിഷേധികളാണ്, അങ്ങനെയുള്ളൊരു ജനതയിലെ മെമ്പർമാരുമാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, ഇവർക്ക് ദഅവത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ച സന്ദർഭത്തെ മുതലെടുത്ത് ആ ദഅവത്ത് എത്തിക്കുന്നതിൽ പരമപ്രധാനം ദഅവത്തിൽ എന്താണ്? അള്ളാഹുവിൻ്റെ തൗഹീദാണ്. അപ്പോൾ ആ തൗഹീദിനെ മുഖ്യ വിഷയമായി എടുത്തിട്ട് ഇവർക്ക് ദഅവത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅവീലിഹി മിൻ ഖബ്ല അൻ യഅതിയകുമാ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി. നിങ്ങൾക്ക് തിന്നാനുള്ള അന്നം, ഭക്ഷണം അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ വ്യാഖ്യാനം ഞാൻ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതെൻ്റെ റബ്ബെന്നെ പഠിപ്പിച്ചതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യണത് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സവിടെ പിടിച്ചു വെച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, അദ്ദേഹം ദഅവത്ത് നടത്തുന്നത്. ആ ദഅവത്തിൻ്റെ വിഷയമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത്. അതെന്താണ്? ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വഇസ്ഹാഖ വയാഖൂബ് എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം ചെയ്തത് വിഷയങ്ങൾ പറഞ്ഞത്, തൗഹീദിൻ്റെ വിഷയങ്ങൾ പറഞ്ഞത്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണർത്തിക്കൊടുത്തത്, ഷിർക്കിൻ്റെ ഗൗരവം അത് ഉണർത്തിയത്, ഷിർക്ക് ഞങ്ങൾക്കൊരിക്കലും പാടുള്ളതല്ല എന്നുള്ള വിഷയമൊക്കെ അല്ലേ പറഞ്ഞത്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ ദാലിക ഫദ്ലുല്ലാഹി അലൈനാ വഅലന്നാസ്. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് സംഗതമല്ല. മാ കാന ലനാ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകുന്നത് ശരിയുമല്ല. എന്തുകൊണ്ട്? ദാലിക ഫദ്ലുല്ലാഹി അലൈനാ വഅലന്നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വഹി നൽകിയിട്ട്, ഞങ്ങൾക്ക് ബോധനം നൽകിയിട്ട്, ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാഹുവിനെ ഏകനാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള ഒരിക്കലും പാടുള്ളതല്ല. ഞങ്ങൾ മുഖാന്തരം ജനങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു വിഷയം, അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഏകത്വമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളും അള്ളാഹുവിൻ്റെ ഔദാര്യം നേടിയവരാണ്. ആ വിഷയത്തിൽ ഞങ്ങളും അള്ളാഹുവിൻ്റെ ഔദാര്യം നേടിയവരാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് പാടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിഷയം അതൊക്കെ പറഞ്ഞു. പിന്നെ യാ സാഹിബൈ അസ്സിജിൻ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അദ്ദേഹം ചോദിക്കുകയാണ്, കാരണം ഇവർ കുറേ ബഹുദൈവങ്ങളെ ആരാധിക്കണമാണ്. അതുകൊണ്ട് ചോദിക്കുന്നത്, യാ സാഹിബൈ അസ്സിജിൻ എന്ന് പറഞ്ഞാൽ, സാഹിബൈ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടുകാരനാണ്. യാ സാഹിബൈനി ലീ ഫിസ്സിജിൻ എന്നാണ്, ജയിലിൽ എനിക്കുള്ള രണ്ട് കൂട്ടുകാരെ. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയോടൊപ്പം ഇവരെന്തുണ്ട്, വിടാതുണ്ട്. അതുകൊണ്ടാണ് യാ സാഹിബൈ എന്ന് പറഞ്ഞത്. അർബാബുൻ മുതഫർരിഖൂൻ, എന്താ മുതഫർരിഖൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, എണ്ണത്തിൽ, അതേപോലെ തന്നെ വിശേഷണത്തിൽ, അതേപോലെ തന്നെ സത്തയിൽ ഒക്കെ വ്യത്യസ്തങ്ങളായ അർബാബുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലത് സ്വർണത്തിൻ്റെതാണ്, ചിലത് മരത്തിൻ്റെതാണ്, ചിലത് കല്ലിൻ്റെതാണ്, ചിലത് ചെമ്പിൻ്റെതാണ്. ഇങ്ങനെ അർബാബുൻ മുതഫർരിഖൂൻ, ചിലത് മനുഷ്യരാണ്, ചിലത് മറ്റു പലതുമാണ്. അപ്പോൾ അതാണ് അർബാബുൻ മുതഫർരിഖൂൻ, വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ. ഈജിപ്തുകാർക്ക് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഈജിപ്തുകാർക്ക്
പിന്നെ അബീസ് എന്ന പേരിൽ ഒരു ഇജിലുണ്ടായിരുന്നു. ഇജിൽ എന്ന് പറഞ്ഞാൽ കാളക്കുട്ടി. അതേപോലെ തന്നെ അവരിൽ ചന്ദ്രനെ ആരാധിക്കുന്നവർ, സൂര്യനെ ആരാധിക്കുന്നവർ, പല റബ്ബുകളുണ്ടായിരുന്നു ഈജിപ്തുകാർക്ക്. അതുകൊണ്ടാണ് അന റബ്ബുക്കുമുൽ ആല എന്ന് ആര് പറഞ്ഞത്? കുറേ റബ്ബുകളുണ്ട്. അന റബ്ബുക്കുമുൽ ആല, വലിയ റബ്ബ് ഞാനാണെന്ന് ഫിറോൻ പറയാൻ കാരണം അവർ ഇങ്ങനെ പിന്നെ കുറേ റബ്ബുകൾ. അതുകൊണ്ടാണ് ആ അർബാബുൻ മുതഫർരിഖൂൻ എന്ന് പറഞ്ഞത്. വ്യത്യസ്തങ്ങളായ കുറേ റബ്ബുകളാണോ? ഈ വ്യത്യസ്തങ്ങളായ കുറേ റബ്ബുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പിന്നെ എന്തിനാണ് ഈ വ്യത്യസ്തങ്ങളായ റബ്ബുകളെ വെക്കുന്നത്? പല ആവശ്യങ്ങൾക്കാണ്. പല ആവശ്യങ്ങൾക്കാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ റബ്ബ് ഈ ആവശ്യത്തിന് പറ്റൂല, ഇവിടെ പറയേണ്ട ആവശ്യത്തിന് പറ്റില്ല, ഈ റബ്ബ് ഇവിടെ പറ്റൂല. അതുകൊണ്ടാണ് പല റബ്ബുകളെ വെക്കണം. അതിൻ്റെ അതിന് തന്നെ മനസ്സിലാക്കാം. മനസ്സിലായി. പിന്നെ ഈ പല റബ്ബുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർബാബിന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, എല്ലാ ഫസദത്തി സമാഉ വൽ അർദ്, വാനങ്ങളും ഭൂമിയും താറുമാറാകും. അതേപോലെ തന്നെ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്നാണ്, ഓരോ ഇലാഹും താൻ സൃഷ്ടിച്ചതായിട്ട് പോകും കുറേ ദൈവങ്ങൾ ഉണ്ടാകുമ്പോൾ. അതേപോലെ വല അലാ ബഅദുഹും അലാ ബഅദ്, ചിലതിൻ്റെ മേൽക്കോയ്മ തേടും. പിന്നെ ഈ അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് എന്നുള്ള ആ ഒരു മത്സരം അതുണ്ടാകും. ഏതായാലും അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന്. അൽ വാഹിദുൽ ഖഹാർ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ടല്ലോ. ഞാനതാണ് നോക്കിയത്. അതിൻ്റെ ആ ഒരു നമ്മളന്ന് പെട്ടെന്ന് വിശുദ്ധ ഖുർആനിൽ 6 സ്ഥലത്ത് അള്ളാഹു അൽ വാഹിദ് എന്ന് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. 20-ലേറെ സ്ഥലത്ത് വാഹിദ് എന്ന്, അൽ വാഹിദ് എന്നോ വാഹിദ് എന്നോ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വാഹിദ് എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹു ഏകനാണ്. പിന്നെ അതിൽ അൽ വാഹിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലദീ ലാ സാനിയ ലഹു എന്നാണ്. ലാ സാനിയ ലഹു എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമതൊന്നില്ലാത്തവൻ, ഏകൻ, മറ്റൊരു എണ്ണം ദൈവമായിട്ടില്ല. അല്ലദീ ലാ സാനിയ ലഹു. പിന്നെ അൽ വാഹിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ശബീഹ ലഹു. എന്താ ലാ ശബീഹ ലഹു എന്ന് പറഞ്ഞാൽ തുല്യനായിട്ട് മറ്റൊന്നില്ലാത്തവൻ, സമമായി തുല്യമായി മറ്റൊന്നില്ലാത്തവൻ എന്നാണ് വാഹിദ് എന്ന് പറഞ്ഞ അർത്ഥം. ഇവിടെ ഈ ലാ സാനിയ ലഹു ലാ ശബീഹ ലഹു എന്നുള്ളതിന് എന്താ വ്യത്യാസം? ഇവിടെ അൽ വാഹിദ്, അള്ളാഹു അൽ വാഹിദ് ആണെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തുല്യനായിട്ട് മറ്റൊരാളില്ല. അതേപോലെ ഈ അർത്ഥപ്രകാരം അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ ലാ സാനിയ ലഹു എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരെണ്ണം ഇല്ല എന്നുള്ളതാണ്. ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് തുല്യനായിക്കൊള്ളണമെന്നില്ല. തുല്യനാകാം, അല്ലെങ്കിൽ തുല്യനല്ലാത്തവനാകാം, എന്തായാലും മറ്റൊന്നില്ലാത്ത, ഇവിടെ തുല്യമായതൊന്നില്ലാത്ത, ലാ ഷബീഹ ലഹു വലാ നിദ്ദ ലഹു വലാ നദീറ ലഹു എന്നൊക്കെ പറയും. ചിലർ പറഞ്ഞത് അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യതബഅദു എന്നാണ്. വലാ യതജസ്സഉ. എന്താ ലാ യതബഅദു എന്ന് പറഞ്ഞാൽ? ലാ യതജസ്സഉ എന്ന് പറഞ്ഞാൽ ഇത് അഹ്ലുസുന്നയും സലഫികളും അശ്അരികളും തമ്മിലുള്ള ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു വിഷയം കൂടിയാണത്. അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു സത്ത ദാത്തുണ്ടല്ലോ, നമുക്കൊരു ദാത്തുണ്ട്. നമ്മളുടെ ഈ സത്തയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ട്? ഇതിൽ പല ഭാഗങ്ങളുണ്ട്. നമുക്ക് തല ഉണ്ട് അല്ലേ, നമുക്ക് ഉദരമുണ്ട്, നമുക്ക് കൈകാലുകളുണ്ട് അല്ലേ, തലയിൽ തന്നെ നമുക്ക് പല അവയവങ്ങളുണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? തലയായി, ഉടലായി, കൈകാലുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വിഭജിക്കാൻ പറ്റും, വേർപ്പെടുത്താൻ പറ്റില്ല, പല ഭാഗങ്ങളാക്കാൻ പറ്റും. വേർപ്പെടുത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ പല ഭാഗങ്ങളാക്കുന്നതാണ്. അതാണ് യതബഅദു യതജസ്സഉ, ജുസുകളാക്കുക എന്നാണ്, പല പാർട്ടുകളാക്കുക. നമ്മളങ്ങനെ ആക്കാൻ പറ്റുമല്ലോ. തല, ഉടൽ, കൈകാലുകൾ, പിന്നെ തലയിൽ തന്നെ പലതും, പിന്നെ കൈകാലുകളിൽ തന്നെ പലതും, അങ്ങനെ. ഇപ്പോൾ കാലെടുക്കുകയാണെങ്കിൽ കാൽവിരലുകൾ, കാൽപാദം, കണങ്കാല്, കാൽമുട്ട്, തുട, ഇങ്ങനെയൊക്കെ അല്ലേ. അള്ളാഹു അൽ വാഹിദ് എന്ന് പറയുമ്പോൾ ചിലർ പറഞ്ഞതിൽ അല്ലദീ ലാ യതജസ്സ, ഇങ്ങനെ ജുസ് ഇല്ലാത്തവൻ എന്നാണ്, ഇങ്ങനെ ജുസുകൾ ഇല്ലാത്തവൻ എന്നാണ്. ഇത് ഒരു ആധുനിക പ്രയോഗമാണ്. ഇത് സഹാബികളാരും പ്രയോഗിച്ചിട്ടില്ല, താബിഈങ്ങളാരും പ്രയോഗിച്ചിട്ടില്ല. പിന്നെ ഇത് പിൽക്കാല അശ്അരികളാണ് ഇത് പറഞ്ഞത്. സംഭവം ഇതുവരെ എന്തിനാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ സത്താപരമായ സിഫാത്തുകളെ നിഷേധിക്കാനാണ്. ഇപ്പം നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കണം എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഒരു മുഖമുണ്ടോ? അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ പരിപൂർണതയ്ക്ക് അനുസരിച്ച് ഒരു മുഖമുണ്ട് അല്ലേ?
വയബ്ഖാ വജ്ഹു റബ്ബിക അതുകൊണ്ടല്ലേ പറഞ്ഞത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് കൈയുണ്ടോ? ബൽ യദാഹു മബ്സൂത്തത്താനി യദുല്ലാഹി ഫൗക അയ്ദിഹിം, അള്ളാഹിൻ്റെ കൈ അവരുടെ കൈകൾക്ക് മീതെ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കൈയുണ്ട്. അത് അള്ളാഹു പറഞ്ഞാണ്, അത് അള്ളാഹിൻ്റെ പൂർണ്ണതക്കനുസരിച്ച്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ കാണാം അള്ളാഹുവിൻ്റെ റിജിൽ കാലിനെ കുറിച്ച് പറഞ്ഞത്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദമിനെ കുറിച്ച് പറഞ്ഞത്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉസ്ബു എന്ന് പറഞ്ഞാൽ വിരലുകൾ, പിന്നെ വിരലുകൾ അടിമകളുടെ കൽബുകൾ അള്ളാഹിൻ്റെ വിരലുകൾക്കിടയിലാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇപ്പം നമുക്ക് ഈ അവയവങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? നമ്മളെക്കുറിച്ച് യതജസ്സ എന്ന് പറയാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ അശ്അരികൾ അല്ലദീ ലാ യതബഅദ് അല്ലെങ്കിൽ ലാ യതജസ്സ എന്ന് പറഞ്ഞാൽ എന്തിനാ പറഞ്ഞത്? ഈ സിഫത്തുകളെ നിഷേധിക്കാനാണ്. അള്ളാഹുവിൻ്റെ തിരുമുഖം, അള്ളാഹ്ക്കുള്ള കൈകൾ, അള്ളാഹ്ക്കുള്ള ഈ വിശേഷണങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹിനെ തൊട്ട് നിരാകരിക്കാനാണ്. ആരും എന്ത് പറഞ്ഞത്? ഈ അശ്ശരികൾ ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രയോഗത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ആശയം എന്താ? നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ കുറിച്ച് പറയുന്നത് പോലെ ഇതിങ്ങനെ എണ്ണേണ്ടതില്ല. അള്ളാഹു ഇങ്ങനെ ഇതൊക്കെ ഉള്ള നിലക്ക് വിഭജിതമാണ് എന്ന് എണ്ണേണ്ടതില്ല. അള്ളാഹു പറഞ്ഞ എന്തോ അത് അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു സ്ഥിരീകരിച്ചത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ്ക്കുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. ഇതിങ്ങനെ മനുഷ്യരെ കുറിച്ച് പറയുന്നത് പോലെ ഇതിനെ വിഭജിതമായിട്ട് ഇങ്ങനെ എണ്ണേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹ്ക്ക് സമ്മതിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രയോഗം ലാ യതജസ്സഉ എന്നുള്ള പ്രയോഗം അത് ആരുടേതല്ല? അത് സലഫികളുടേതല്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റേതല്ല. ചില തഫ്സീറുകളിൽ ഇത് വ്യാപകമായിട്ട് ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളൊരു വിഷയം. അള്ളാഹു അൽ വാഹിദ് എന്ന് പറയുമ്പോൾ എന്താ? അള്ളാഹു ഏകനാണ്, മറ്റൊരാൾ ഇല്ല. അൽ വാഹിദ് എന്ന് പറയുമ്പോൾ അള്ളാഹു അതുല്യനാണ്, അതുല്യനാണ്, അള്ളാഹ്ക്ക് സമമായി മറ്റൊന്നില്ല. അതാണ് അൽ വാഹിദ് എന്നുള്ളതിൻ്റെ അർത്ഥം. അള്ളാഹു അൽ വാഹിദ് എന്ന് പറയുമ്പം 6 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അൽ ഖഹാർ എന്ന് പറഞ്ഞു. അൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദുൽ ഖഹാർ. അത് നമ്മൾ പറഞ്ഞു എന്താ ഖഹാർ എന്ന് പറഞ്ഞാൽ? എല്ലാം അടക്കി വാഴുന്നവൻ, അടക്കി വാഴുന്നവൻ. അള്ളാഹു ഏകനാണെങ്കിലും അള്ളാഹു എന്താണ്? എല്ലാവരെയും വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി എന്നാണ്. അള്ളാഹു ഖാഹിറാണ് ഫൗഖ ഇബാദിഹി എന്നാണ്, ദാസന്മാരുടെ മീതെ. അപ്പോൾ എല്ലാവരുടെയും മീതെ എല്ലാവരെയും അടക്കി വാഴുന്നവനാണ് ആര്? അള്ളാഹു. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി എന്ന്. ദാസന്മാരുടെ മീതെ നിന്ന് അവരെ അടക്കി വാഴുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ വാഹിദ് എന്നതോടൊപ്പം അള്ളാഹു ആരാണ്? അൽ ഖഹാറുമാണ്. നമുക്ക് വന്നല്ലേ സൂറത്ത് ഗാഫിറിൽ വന്നു, സുമറിൽ വന്നു, സൂറത്ത് സാദിൽ വന്നു, പിന്നെ സൂറത്ത് ഇബ്രാഹിമിലുണ്ട്, റാദിലുണ്ട്, വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അതേപോലെ തന്നെ സൂറത്ത് റാദിലും വേറെ വചനത്തിലുണ്ട്. അങ്ങനെ അത് അള്ളാഹിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു ആകുന്ന ഏകനായ രാജാധികാരൻ, അവൻ എല്ലാവരെയും അടക്കി വാഴും വിധം ശക്തനാണ്, കരുത്തനാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദുനിയാവിൽ ഏതൊരധികാരിയാണെങ്കിലും, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും, എത്ര ഊക്കുണ്ടായാലും മറ്റുള്ളവരെ ആശ്രയിച്ചും പേടിച്ചു. ഇപ്പോൾ ഏറ്റവും വലിയ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അധിപന്മാരായി കാണുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി. എന്തിനാണ് സെക്യൂരിറ്റി? ഈ സെക്യൂരിറ്റിയിൽ അതൊന്ന് പുറത്തിറങ്ങി നടക്കട്ടെ. അതെന്താണ് അറിയിക്കുന്നത്? അവരുടെ അപര്യാപ്തതയാണ് അറിയിക്കുന്നത്, അവരുടെ പോരായ്മയാണ് അറിയിക്കുന്നത്, പരിമിതിയാണ് അറിയിക്കുന്നത്. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വിസ്തൃതമായ രാഷ്ട്രം ഭരിച്ച ഭരണാധികാരിയാണ് ഖലീഫ ഹാറൂൺ റഷീദ്. ഏറ്റവും ഇന്നത്തെ അറബ് നാടുകളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് 22 രാഷ്ട്രങ്ങൾ, അതും അതിന് വിസ്തൃതി. പിന്നെ അതിനപ്പുറം സ്പെയിൻ ഒരു അതിർത്തിയാണെങ്കിൽ ചൈന മറ്റൊരു അതിർത്തി. ഒരു കാർമേഘ ഇതിലെങ്കിലും പോകണ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും എവിടെ പെയ്താലും വെള്ളാൻ്റെ വരുമാനം എവിടെ വരും എന്ന് പറയുമായിരുന്നു ഹാറൂൺ റഷീദ് എന്നാണ്. അത്ര കേൾപ്പുള്ള ഭരണാധികാരി മരിക്കാൻ സമയത്ത് അള്ളാഹിനോട് കേഴുകയാണ്. യാമല്ല യസൂലു മുൽക്കുഹു ഇർഹം മൻസാല മുൽക്കുഹു. അധികാരം നീങ്ങിപ്പോകാത്തവനെ അധികാരം നീങ്ങിപ്പോയവനോട് കരുണ കാണിക്കുന്നു. ഭരണം തീർന്ന്, കാരണം സക്കറാത്തിനോട് അടുക്കുകയാണ്. അതുകൊണ്ട് പറയാണ് ഭരണം പോയവനോട് ഭരണം പോകാത്തവനെ കരുണ കാണിക്കുകയാണ്. അതാണ് പിന്നെ ഇവിടെ എത്ര വലിയ കുലപതി ആയാലും ഏകചക്രാധിപതി എന്നൊക്കെ പറയും. അതിലൊക്കെ അവരുടെയൊക്കെ അവസ്ഥ അതാണ്.
മൻ അഅസുന്നാസ് എന്ന് ചോദിച്ചില്ലേ, മൻ അഅസുന്നാസ് ഒരു ഖലീഫ ചോദിക്കുകയാണ്. ഖലീഫ മഅ്മൂൻ, ഈ ഖലീഫ മഅ്മൂൻ്റെ പിന്നെ മക്കളുടെ ഉസ്താദായിരുന്നു അൽ ഫറ. എന്ന് രാജകൊട്ടാരത്തിൽ മുഅദ്ദിബീങ്ങളുണ്ടാകും, കുട്ടികളെ പഠിപ്പിക്കുന്ന, കൊട്ടാരത്തിലെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിനാണ് മുഅദ്ദിബ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഉസ്താദ് ഉണ്ടല്ലോ, ഈ മഅ്മൂൻ്റെ 2 മക്കളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉസ്താദിന് ഫറായിന് പിന്നെ ബാത്റൂമിൽ പോകേണ്ടി വന്ന്. അപ്പോൾ ഫറാഹ് അവിടുന്ന് എഴുന്നേറ്റ് പഠിപ്പിക്കണമെന്ന് എഴുന്നേറ്റിട്ട് ചെരുപ്പിടാൻ പോകുമ്പോൾ എന്ത് ചെയ്ത്, ഈ മഅ്മൂൻ്റെ 2 മക്കളും ചെന്നിട്ട് ഈ ചെരുപ്പിന് മത്സരിക്കുകയാണ്, എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആർക്ക്? ഉസ്താദിന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 വിട്ടുകൊടുക്കണില്ല. അവസാനം 2 സുൽഹായി. ഒരു കാലുമേ നീ ഇട്ട് കൊടുക്കുക, മറ്റേ കാലുമേ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതാരാ? വലിയുൽ അഹദാണ്. മഅ്മൂൻ്റെ ശേഷം ഇനി ഖലീഫ കണ്ട ആളുകളാണ്. അപ്പോൾ ഇത് മഅ്മൂൻ നിരീക്ഷിക്കാണ്. മഅ്മൂൻ ഇത് കാണുന്നുണ്ട്, ഇതല്ല വേറൊരു കാണുന്നില്ല. മഅ്മൂൻ കാണുകയാണ് ഇങ്ങനെ തൻ്റെ മക്കൾ ഉസ്താദിൻ്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ മത്സരിക്കണത്. അങ്ങനെ പിന്നെ പിന്നെ മഅ്മൂൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, മൻ അഅസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ അസീസ് എന്താ? പ്രതാപശാലി അജയ്യൻ ആരാണെന്ന് ചോദിക്കുകയാണ്. ഫറാഹ് സ്വാഭാവികമായിട്ട് പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ. ആരാ അഅസുന്നാസ്? ഇപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയായ മഅ്മൂനാണെന്ന് പറയുന്നത്. അപ്പോൾ മഅ്മൂൻ പറയാണ് ബൽ മൻ യഖ്തസിമു വലിയ അഹദിൽ മുസ്ലിമീൻ ഫി ഹംലിന അലൈഹി. അഅസുന്നാസ് ഒരിക്കലും അമീറുൽ മുഅ്മിനീൻ അല്ല. പിന്നെ അമീറുൽ മുഅ്മിനീനെ തുടർന്ന് ഇനി അധികാരത്തിൽ വരേണ്ട 2 പേർ വലിയുൽ അഹദ് ഉണ്ടല്ലോ, അവർ ആരുടെ ചെരുപ്പെടുക്കാനാണോ മത്സരിച്ചത് അയാളാണ് അഅസുന്നാസ് എന്ന് പറഞ്ഞതാണ് ഫറാഹിനെ ഉദ്ദേശിച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ മഅ്മൂനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് എന്താ, ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒക്കെ ചരിത്രം വായിച്ചാൽ, ആ പീഡന കഥകളൊക്കെ വായിച്ചാൽ ഖൽഖുൽ ഖുർആൻ്റെ വിഷയത്തിൽ ആ വിഷയത്തിലൊക്കെ പെരുമാറിയ ആളാണ്. ആരും പറഞ്ഞത് കൂട്ടാക്കാതെ ഒക്കെ ഭരണം നടത്തിയ ആളാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ പിന്നെ ഞാനാണ് എന്ന് പറഞ്ഞ് ഭരണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തല്ല, ഒരിക്കലും അൽ ഖഹാർ എന്ന ആ ഒരു വിശേഷണത്തിന് യോഗ്യരോ അർഹരല്ല എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലന് മാത്രം ഒരു പ്രത്യേകതയാണ്. അതാണ് ആ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് ചോദിച്ചത്. അത് പിന്നെ അവർക്ക് ശരിക്കും ആ കത്തണ ഭാഷയിൽ. ഇനി പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, ആ ഒരു പിന്നെ തൗഹീദി ദഅവത്തിൻ്റെ ആ ഒരു പൂർണ്ണത, അതിൻ്റെ ആ ഒരു തികവ് വരുത്താണ്. അദ്ദേഹം എല്ലാം കൊണ്ടുവരികയാണ് കേട്ടോ, കുറഞ്ഞ പ്രയോഗങ്ങളിലെല്ലാം കൊണ്ടുവരികയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് നമ്മളിത് വായിക്കുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്ന് പറയാം. ഇവിടെ മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. എന്താ മാ തഅബുദൂന മിൻ ദൂനിഹി, എന്താ മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നില്ല. 2 പേരോടാണ് ഇത് പറയുന്നത്. അപ്പം മാ തഅബുദാനി എന്നാണ് പറയേണ്ടത് അല്ലേ, നിങ്ങൾ 2 പേരെ ആരാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ വിഷയം ഇവർ 2 പേരും മാത്രമല്ല, ആ ജയിലിൽ വേറെ ആളുകളുണ്ട്. പിന്നെ മാത്രമല്ല ഇവരുടെ മുഖാന്തരം ഇത് എത്തേണ്ട ആളുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നില്ല. മിൻദൂനിഹി എന്ന് പറഞ്ഞാൽ അവനെ കൂടാതെ അല്ലെങ്കിൽ അവനോടൊപ്പം. മിൻദൂൻ എന്ന് പറഞ്ഞെങ്കിൽ സിവാഹു എന്നർത്ഥമുണ്ട്, അവനൊഴികെ. അതേപോലെ തന്നെ മഅഹു എന്ന് അർത്ഥമുണ്ട്, സഹൃദ മഅഹു അവനോടൊപ്പം. ഈ മിൻദൂനിൻ്റെ പ്രയോഗമാണത്. സിവാഹു അവനെ കൂടാതെ എന്ന് അർത്ഥമുണ്ട്, മഅഹു അവനോടൊപ്പം എന്നും അർത്ഥമുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, അള്ളാഹിനോടൊപ്പം ആരാധിക്കുന്നു എന്ന അർത്ഥത്തിൽ. അപ്പം മാ തഅബുദൂന മിൻ ദൂനിഹി, അവനോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ അവനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ഈ അവനോടൊപ്പം എന്ന് പറഞ്ഞാൽ ഈ അവൻ അൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദുൽ ഖഹാറായ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ഇല്ലാ അസ്മാഅൻ, എന്താ അസ്മാവുകളെയല്ലാതെ. അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ, ഇസ്മ അസ്മ പേരുകൾ. ഇല്ല അസ്മാഅൻ ചില പേരുകളെയല്ലാതെ. സമ്മൈതുമൂഹ, എന്താ സമ്മൈത്തും നിങ്ങൾ പേര് വെച്ചു. സമ്മൈത്തും നിങ്ങൾ പേര് വെച്ചു. എന്ന് പറഞ്ഞാൽ
ആ പേരുകളെ നിങ്ങൾ വെച്ച പേരുകളാണ്. അതാണ് സമ്മൈതുമൂഹ. അതിനെ നിങ്ങൾ പേര് വെച്ചു. സമ്മ എന്നുള്ളത് 2 മഫൂലിലേക്ക് വിട്ടെടുക്കണം. അതിന് 2 കർമ്മം വരണം. അത് രണ്ടാമത്തെ കർമ്മം ഏതാണ്? സമ്മൈതുമൂഹ ആലിഹത്തൻ. സമ്മൈതുമൂഹ അതിന് നിങ്ങൾ പേര് വെച്ചു. എന്ത് പേര് വെച്ചു? ആലിഹത്തൻ, ആരാധ്യന്മാരെന്ന്. അൻതും നിങ്ങളും, ആബാഉക്കും നിങ്ങളുടെ. ആബ എന്ന് പറഞ്ഞാൽ ആബ എന്ന് പറഞ്ഞാൽ അബുൻ ആബ. അബ് കാരണം വാപ്പ, ആബ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ. പക്ഷെ അവിടെ ഉദ്ദേശം പിതാക്കന്മാർ മാത്രമല്ല, പിന്നെയോ മാതാപിതാക്കളെ ഉദ്ദേശമാണ്. മാതാപിതാക്കൾ എന്നുള്ളത് ഉദ്ദേശമാണ്. ആബാ ഉക്കും തൈ, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഇലാഹുകളെന്ന് അതിനെ നിങ്ങൾ പേര് വെച്ചു. അങ്ങനെയുള്ള ഇസ്മുകളെയല്ലാതെ നിങ്ങൾ അള്ളാഹുവെ കൂടാതെ ആരാധിക്കുന്നില്ല എന്നാണ്. അത് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഈ എന്തിന് പേര് വെക്കണത് ഇസ്മെന്ന്? ഈ കൂട്ടത്തിൽ ഞാൻ സുഹൈർ എന്ന് പറയുന്നത് എന്താണ്? സുഹൈർ എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ട ആൾ ഇതിന് തിരിച്ചറിയാനാണല്ലോ സുഹൈർ എന്ന് പേര് വെക്കുന്നത്. അതുകൊണ്ട് പേര് വെക്കപ്പെട്ടതാരോ അയാൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, പേരിടുമ്പോൾ ഇപ്പോൾ ചരിത്രത്തിൽ കാണാം, അബ്ദുറഹ്മാൻ അൽ അവ്വൽ, അബ്ദുറഹ്മാൻ അൽ ഔസത്ത്, അബ്ദുറഹ്മാൻ അൽ അസ്ഗർ. ഈ ഉമർ റളിയല്ലാഹുവിന് 3 അബ്ദുറഹ്മാൻ മക്കളുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ഒന്ന് അബ്ദുറഹ്മാൻ അൽ അക്ബർ, പിന്നൊന്ന് അബ്ദുറഹ്മാനുൽ ഔസത്ത്, പിന്നൊന്ന് അബ്ദുറഹ്മാൻ അൽ അസ്ഗർ. അൽ മുജബ്ബർ എന്ന പേരിൽ, അബുൽ മുജബ്ബർ എന്ന പേരിലൊരു അബ്ദുറഹ്മാനുൽ അസ്ഗർ. ഹഫ്സ റളിയല്ലാഹു തആല തന്നെയാണ് അബുൽ മുജബ്ബർ എന്ന് പേരിട്ടതാണ്, അബ്ദുറഹ്മാൻ അൽ അസ്ഗറിൻ്റെ. ഉണ്ട് എന്തിനാ ഒരു വാപ്പ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പേരിടും, അബ്ദുറഹ്മാൻ എന്നുള്ള പേരിടും. ഇപ്പോൾ നല്ല പേരാണ് അബ്ദുറഹ്മാൻ എന്നുണ്ടല്ലോ, അത് പേരിടാൻ പറഞ്ഞു. അപ്പോൾ അത് മക്കൾക്ക് പിന്നെ ആ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അബ്ദുറഹ്മാൻ എന്ന് 3 ആക്കിയിട്ടത്. പക്ഷെ അതെന്ത് ചെയ്യണം, തിരിച്ചറിയണം, ഒന്നുകൂടി വേർതിരിയണം. അതുകൊണ്ടാണ് അൽ അവൽ അല്ല അക്ബർ ഔസത്ത് അസ്ഗർ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കണം. എന്തായാലും പേരിടുന്നത്, അതുകൊണ്ട് പേരിടപ്പെട്ടത് എന്താണോ അതിനാണ് മുസമ്മ എന്ന് പറയാം. മുസമ്മ ഇസ്മ് സുഹൈർ, സുഹൈർ എന്ന് പേരിട്ടത് ആ വ്യക്തിയാണ്. ആര്? അതാണ് മുസമ്മ. ഇപ്പോൾ ഒരാൾക്ക് ഖുതുബുൽ ആലം എന്ന് പേരിടാണ്. ഖുതുബുൽ ആലം, ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അച്ചുതണ്ട്. ഇതാണ് ലോകത്തിൻ്റെ അച്ചുതണ്ട്. ഇതാണ് ഒരാൾക്ക് ലോകത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പേരിടുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ലോകം നിയന്ത്രിക്കുന്നത് കൊണ്ട് എന്നാണ്. ലോകം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് എന്ത് പറയുന്നത്? ഖുതുബുൽ ആലം എന്ന് പറയുന്നത്. അയാളെ കൊണ്ടാണ് ലോകം കറങ്ങുന്നത്. ഖുതുബ് എന്ന് പറഞ്ഞതാണ് അച്ചുതണ്ട്, അച്ചുതണ്ടുമ്മലാണത് കറങ്ങുന്നത്. അപ്പോൾ ഈ ഉലകം കറങ്ങുന്നത് ഒരു വ്യക്തിയിലായതുകൊണ്ടാണ് അയാൾക്ക് ഖുതുബുൽ ആലം എന്ന് പേരിടുന്നത്. അപ്പോൾ ഖുതുബുൽ ആലം എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ ആ മുസമ്മ, അയാളെ കൊണ്ടാണ് ഈ ലോകം കറങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും ഖുതുബുൽ ആലം എന്ന് ഈ പേരുള്ള വ്യക്തി അയാളെ കൊണ്ട് ലോകം കറങ്ങുന്നുണ്ടോ? ഇപ്പം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനിയെ കുറിച്ചാണ് ആദ്യം ഖുതുബുൽ ആലം എന്ന് പറഞ്ഞത്. അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഇവിടെ ജീവിച്ച് ഇവിടെ രോഗം പേറി അദ്ദേഹം മരിച്ച് മൺമറഞ്ഞ് അദ്ദേഹം ജനിക്കണതിന് മുമ്പ് ഇവിടെ ലോകം ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തെ കൊണ്ട് കറങ്ങിയിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാളത്തിൽ അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളും പരിവട്ടങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചു. അതുകൊണ്ട് അന്നും ലോകമായി അദ്ദേഹത്തെ കൊണ്ട് കറങ്ങിയിട്ടില്ല. പിന്നെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് ലോകം കറങ്ങുക എന്നുള്ള അവസ്ഥ ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം തന്നെ മരിച്ച് ഖബറിൽ അടക്കപ്പെട്ടു. അപ്പോൾ ഈ ഖുതുബുൽ ആലം എന്നുള്ള ഈ പേരെന്താണ്? ഈ അതുകൊണ്ട് പേരിട്ടതിനെ അറിയിക്കുന്നുണ്ടോ? ഒരിക്കലും അറിയിക്കണില്ല. ഇതുപോലെയാണ് എല്ലാ ഈ ആരാധ്യന്മാരുടെ അവസ്ഥ. അത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വിളിച്ച കേവലം പേരുകൾ മാത്രമാണ്. ആ പേരുകൾക്കപ്പുറം ഇതിന് ആരാധനയുടെ ഒരു എന്തുമില്ല, ഒരു യാഥാർത്ഥ്യവും ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കോട് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹ ആലിഹ. ആ പേരുകൾ നിങ്ങൾ വിളിച്ചു. ആർക്ക്? ആരാധ്യന്മാർക്ക്. നിങ്ങൾ നൽകി ആരാധ്യന്മാർക്ക്. അൻതും വ ആബാഉക്കും. അവിടെ അൻതും സമ്മൈത്തും എന്ന് പറഞ്ഞാൽ തന്നെ എന്തുണ്ട്? നിങ്ങൾ പേര് നൽകിയുന്നുണ്ട്. അതെന്ത് ചെയ്യാണ്? അത് നിങ്ങളിൽ പരിമിതമാണ്. ഒരു ദിവ്യ വെളിപാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു വേദ പിന്തുണയുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഈ പേര് വന്നത്. പിന്നെയോ അത് നിങ്ങൾ മാത്രം
നൽകിയതാണ്. പിന്നെ ആബാവുക്കും, ചിലത് നിങ്ങൾ പൂർവ്വപിതാക്കന്മാരിൽ നിന്നൊക്കെ എന്താ ഇതാണ് അനന്തരം എടുത്തതാണ്, കടമെടുത്തതാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, എന്താ മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. ബിഹാ, ബിഹ എന്നാണ് എന്താ, ഈ പേരുകളുടെ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. എന്താ അവതരിപ്പിച്ചിട്ടില്ല? സുൽത്താൻ. സുൽത്താൻ എന്താ? സുൽത്താൻ, സുൽത്താൻ എന്നുള്ളത് നമ്മൾ തെളിവിന് പറയും, പ്രമാണത്തിന് പറയും. പക്ഷെ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ആർക്കാ സുൽത്താൻ പറയാ? സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സല്ലത്തയിൽ നിന്നാണ് അല്ലേ. സല്ലത്ത എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കോയ്മ നേടി എന്നാണ് സല്ലത്ത, മേൽക്കോയ്മ നേടി. സലീത്തുൽ ലിസാൻ എന്ന് പറയും, സലീത്തത്തുൽ ലിസാൻ. ചില സ്ത്രീകളെ കുറിച്ച് പറയും സലീത്തത്തുൽ ലിസാൻ എന്നാണ്. ചിലരെ കുറിച്ച്, ചില ആണുങ്ങളെ കുറിച്ച് പറയും സലീത്തുൽ ലിസാൻ എന്ന് പറയും. കാരണം മൂപ്പർക്ക് പറഞ്ഞിരുത്താൻ കഴിയും, നാവുകൊണ്ട് പറഞ്ഞിരുത്താൻ കഴിയും. അതുകൊണ്ടാണ് സലീത്ത് എന്ന് പറയുന്നത്. സുൽത്താൻ അതാണ്. സുൽത്താൻ എന്താണ്? അധികാരി, ഭരണാധികാരിക്ക് സുൽത്താൻ എന്ന് പറയും. കാരണം എന്താ? ഭരണാധികാരി തൻ്റെ കായിക ബലവും ആയുധബലവും ആൾബലവും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ആളുകളെ ഭരിക്കും, ഒതുക്കും. ഒരു കവിതയിലില്ലേ, കുൻ ഫി മജ്ലിസി സുൽത്താനി അഅമ വകുൻ അൻ മജ്ലിസി സുൽത്താനി അഖ്റസ്. എന്താ? കുൻ ഫി മജ്ലിസി സുൽത്താൻ, സുൽത്താൻ്റെ മജ്ലിസിൽ നീ ആകണം. അഅമ, അഅമ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്. അവിടെ പലതും കാണാനും അറിയാനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കാണാത്ത പോലെ ആകണം എന്നുള്ളതാണ്. വക്കുൻ അൻ മജ്ലിസിൽ സുൽത്താനി അഖ്റസ്, മജ്ലിസ് സുൽത്താനെ തൊട്ട് നീ അഖ്റസ് ആകണം എന്ന് പറഞ്ഞാൽ, അഖ്റസ് എന്ന് പറഞ്ഞാൽ ചെകിടനാണ്. ചെകിടൻ എന്ന് പറഞ്ഞാൽ ആർക്കാ ചെകിടൻ എന്നറിയാം? ചെവി കേൾക്കാത്തവനാണ് ചെകിടൻ. ചെകിടൻ ബദരന, ബദരനും മൂകനും അന്തര, ബദരൻ, ശരിയാണ്. അപ്പോൾ സുൽത്താൻ്റെ സദസ്സിൽ നീ അഖ്റസ് ആകണം, ഒന്നും കേൾക്കാത്തതുപോലെ പൊട്ടനായിട്ട് പോകണമെന്നാണ്. സദസ്സിലാകുമ്പോഴോ നീ കുൻ ആമ എന്നാണ്, നീ പിന്നെ ബ്ലൈൻഡ് ആകണം എന്നാണ്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. അതെന്തിനാ സുൽത്താൻ്റെ സദസ്സിൽ ആമയാകണം എന്ന് പറഞ്ഞ്? ഇമാം ആമിർ ഷാബി രസികനായിരുന്നു, വലിയ ഇമാമാണ്, പണ്ഡിതനാണ്, വലിയ രസികനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കഥ പറയുന്നുണ്ട്. ഈ അധികാരികളുടെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ തിരുപ്പണി എടുക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഒരു ഉദാഹരണമാണ്. അപ്പോൾ കാട്ടിലെ രാജാവാണ്, കാട്ടിലെ രാജാവ് സിംഹമാണ്. അപ്പോൾ സിംഹത്തിനൊക്കെ പനി പിടിച്ച്, അസുഖം പിടിച്ചപ്പോൾ എല്ലാവരും കാണാൻ ചെന്ന്, രോഗം കാണാൻ ചെന്ന്. കുറുക്കൻ ചെന്നില്ല. അപ്പോൾ കുറുക്കനും കുരങ്ങനും വെച്ചൊരു വലിയ സുഖമല്ല. അപ്പോൾ കുറുക്കൻ വരാത്തത് കാരണം അപ്പോൾ പിന്നെ കുരങ്ങനെ ഇതൊരു അവസരമാക്കി എടുത്ത് കുറുക്കനെ കുറിച്ച് കുരങ്ങ് പറഞ്ഞു കൊടുത്ത്, എല്ലാവരും വന്നിട്ടുണ്ട്, മൂപ്പര് വന്നിട്ടില്ലായിരുന്നു, കുറുക്കൻ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ വൈകിയാണ് കുറുക്കൻ വരുന്നത്. അപ്പോൾ കുറുക്കന് മനസ്സിലായി, അവിടുത്തെ സാഹചര്യം, രാജാവിൻ്റെ ശരീരഭാഷയൊക്കെ മനസ്സിലായി. പിന്നെ കുരങ്ങൻ വേലപ്പിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഗൗരവത്തിൽ ചോദിച്ചു, എന്താ വയ്യേതെന്ന് ചോദിച്ചു, കൂട്ടത്തിൽ വരാൻ എന്ത് വയ്യേന്ന് ചോദിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞതാണ്, രാജാവിൻ്റെ അസുഖമല്ലേ, ഞാൻ അങ്ങേക്കുള്ള മരുന്ന് തേടിപ്പോയതായിരുന്നു, അങ്ങക്ക് പെട്ടെന്ന് രോഗശമനത്തിന് വേണ്ടിയിട്ട് മരുന്ന് അന്വേഷിച്ച് പോയതായിരുന്നു. അപ്പോൾ മരുന്ന് കിട്ടിയെന്ന് ചോദിച്ച് രാജാവ്. ആ മരുന്ന് കിട്ടി, അതെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞത് അത് പിന്നെ കുരങ്ങൻ്റെ വൃഷ്ണം, മണി അറിയില്ല, അതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കുറുക്കന് നേർന്നാണ്ട് പോയി ബൈക്കം നിന്ന്. പിന്നെ കുരങ്ങൻ വരുമ്പോണ്ട് ചോര ഒലിച്ചിട്ട്, കാലിൻ്റെ അടിയിൽ കൂടി ചോര ഒലിച്ചിട്ട് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആ മരുന്ന്, കുറുക്കൻ പറഞ്ഞ മരുന്ന് രാജാവ് എന്ത് ചെയ്തു, മാന്തി എടുത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഓനങ്ങനെ പോകണ്ടപ്പോൾ കുറുക്കൻ പറഞ്ഞതാണ്, രാജാക്കന്മാരുടെ സദസ്സിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ലാതെ ഏതായാലും സുൽത്താൻ ഇവിടെ മാ അൻസലല്ലാഹു ബിഹ, ഈ ഇസ്മുകളുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കിയിട്ടില്ല. മിൻ സുൽത്താനി, ഒരു സുൽത്താനും എന്നാണ്. ഒരു സുൽത്താൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? സുൽത്താൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹുജ്ജത്ത്, തെളിവാണ്, പ്രമാണം. എന്തിനാണ് പ്രമാണത്തിന് സുൽത്താൻ എന്ന് പറഞ്ഞത്? എന്തിനാണ് പ്രമാണത്തിന് സുൽത്താൻ എന്ന് പറഞ്ഞത്? ശരിക്ക് ബുർഹാൻ, ഹുജ്ജത്ത്,
എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുൽത്താൻ എന്നാണ് പറഞ്ഞത്. സുൽത്താനിന് എന്തുണ്ട്? ഈ ഒരു മേൽക്കോയ്മ ഉണ്ടല്ലോ. പ്രമാണത്തിനും അങ്ങനെ ഉണ്ട്. പ്രമാണം അത് മനസ്സിനെ എന്ത് ചെയ്യും? ഭരിക്കും. മനസ്സിൽ സ്വാധീനം നേടും, മേൽക്കോയ്മ നേടും. ആ ഒരു പ്രത്യേകത തെളിവിനുള്ളത് കൊണ്ടാണ് തെളിവിനെ കുറിച്ച് എന്ത് പറയുന്നത്? സുൽത്താൻ എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മല്ലാ യർഹമുന എന്ന് പറയില്ലേ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ നീ ഞങ്ങളുടെ അധിക മേൽക്കോയ്മ, അവർക്ക് നീ മേൽക്കോയ്മ നൽകരുത്. അവിടെ പിന്നെ ഇവിടെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പ്രമാണം ഒന്നുണ്ടെങ്കിൽ ഇതാണ്, ഈ മിന്നാണ്. മാ അൻസലല്ലാഹു ബിഹാ സുൽത്താനൻ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ തെളിവിനെ അള്ളാഹു ഇറക്കിയിട്ടില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞത് മിൻ സുൽത്താൻ എന്നാണ്. ഒരു പ്രമാണവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, വേദങ്ങളിലൂടെയുള്ള പ്രമാണം അതാകട്ടെ, ഇനി മനുഷ്യന്മാരുടെ അഖ്ലിൽ ദിഷണാപരമായിട്ടുള്ള തെളിവുകൾ ഇതാകട്ടെ, ഒന്നുമേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല, ഇത്തരം ഈ ഒരു വിഷയത്തിൽ ഇറക്കിയിട്ടില്ല എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. തുടർന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിമു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. എന്താ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്? എന്താ അൽ ഹുക്ം ഇല്ലാ ലില്ലാഹ്? അൽ ഹുക്ം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഇൻ എന്നുള്ളത് മാ എന്ന അർത്ഥത്തിലാണ്. ഇൻ എന്ന് പറഞ്ഞാൽ മാ നിരാകരണത്തിനാണ്. നിരാകരണം മാ എന്ന് പറഞ്ഞാൽ എന്താ? നിരാകരണം. ഇപ്പം ലൈസ ല എന്നുള്ള അർത്ഥത്തിൽ ലൈസ അൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, നിരാകരണം, സ്ഥിരീകരണം. നേരത്തെ ഈ അൽ വാഹിദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് എന്തുണ്ട്? അൽ അഹദും പേരുണ്ട്. അഹദും പേരുണ്ട്. എന്താ അൽ വാഹിദും അഹദും തമ്മിൽ വ്യത്യാസം? അള്ളാഹുക്ക് അഹദ് പേരുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്. അതേപോലെ തന്നെ ചില ദുആകളിൽ പിന്നെ കാണാം, അല്ലാഹുമ്മ അസ്അലുക ബിഅന്നക അൻതല്ലാഹുൽ വാഹിദുൽ അഹദുസ് സമദ് അൽ വാഹിദു അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവിടെ അൽ വാഹിദ് അൽ അഹദ്. അവിടെ ഈ വാഹിദിനെ കുറിച്ച് പറയും അഅമ്മു ഫി ബാബിൻ നഫി എന്നാണ്. ഞാൻ ഉദാഹരണം എഴുതാം. അപ്പോൾ നമ്മൾ പറയുന്നത് മാ ഫിൽ ബൈത്തി അഹദുൻ. എന്താ മാഫിൽ അല്ല വാഹിദ് എന്നാണ്? എന്താ മാഫിൽ ബൈത്തി വാഹിദ് എന്നാണ്? എന്താ മാഫിൽ ബൈത്ത് വീട്ടിൽ ഇല്ല, വാഹിദുൻ ഒരാളില്ല, അല്ലേ? വീട്ടിൽ ഒരാളില്ല എന്നർത്ഥം. മാഫിൽ ബൈത്തി വാഹിദുൻ, വീട്ടിൽ ഒരാളില്ല. അതേസമയം മാഫിൽ ബൈത്തി അഹദുൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വീട്ടിൽ ആരുമില്ല എന്നാണ്. ആരുമില്ല. അപ്പോൾ ഇവിടെ വാഹിദുൻ എന്നുള്ളതും അഹദുൻ തമ്മിലുണ്ടല്ലോ, ഈ നിരാകരണത്തിൻ്റെ സന്ദർഭത്തിൽ പിന്നെ ഏതിനാണ് അർത്ഥവ്യാപ്തി? അഹദുൻ എന്നതിനാണ്. അഹദുൻ എന്നാണ്. ഇവിടെ നോക്കിയാൽ മാഫിൽ ബൈത്തി വാഹിദ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരാളില്ല എന്നാണ്. മാഫിൽ ബൈത്തി അഹദുൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരുമില്ല എന്നാണ്. ഇവിടെ ഈ അഹദും പ്രയോഗിക്കുമ്പോൾ ആരും എന്നൊരർത്ഥം വരും. അതേസമയം ഇനി ഞാൻ വേറൊരു ഉദാഹരണം. ഇപ്പം നമ്മൾ പറയാം റജുലുൻ വാഹിദുൻ. എന്താ റജുലുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ. സൗബുൻ വാഹിദുൻ ഒരു വസ്ത്രം. കലമുൻ വാഹിദുൻ ഒരു പേന എന്ന് പറയും. അതേസമയം റജുലുൻ അഹദുൻ എന്ന് പറയില്ല. റജുലുൻ അഹദുൻ എന്ന് പറയില്ല. കലമുൻ അഹദുൻ എന്ന് പറയില്ല. ഒരു പേനക്ക്, ഒരു വ്യക്തിക്ക് അഹദുൻ എന്ന് പറയില്ല. എന്തേ പറയുള്ളൂ? വാഹിദ് എന്നേ പറയുള്ളൂ. അതേസമയം അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? അള്ളാഹു അഹദുൻ എന്ന് പറയും. അള്ളാഹു അഹദുൻ. ഉണ്ടോ? ഇത് അള്ളാഹു അഹദുൻ എന്നുള്ളത് സ്ഥിരീകരണമാണ്, ഇത് നിരാകരണമാണ്. ഇത് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ സ്ഥിരീകരണമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ പിന്നെ സ്ഥിരീകരണത്തിൻ്റെ സന്ദർഭത്തിൽ അഹദുൻ എന്നുള്ളതുണ്ടല്ലോ, ഇത് അള്ളാഹ്ക്ക് എന്താണ്? അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ പ്രത്യേകമാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാൻ പ്രത്യേകമാണ്. അതുകൊണ്ട് തന്നെ പറയും ഈ അഹദിനെ കുറിച്ച് ഇസ്ബാത്തിൻ്റെ ബാബിൽ അബുലഗാണ്, വാഹിദിനെ കുറിച്ച് നഫീൻ്റെ ബാബിൽ അമ്മാണ് എന്ന് പറയും. ഒരു പിന്നെ ഒരു ദാർശനിക ഭാഷയാണത്. പക്ഷേ ഞാനതിൻ്റെ ഒരു പ്രത്യേകത പറയാൻ ഞാൻ അവിടെ പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോയി. ഏതായാലും ഇവിടെ നമ്മൾ പറയുന്നത്
ഈ മാ ഇൻ എന്നുള്ളത് ഇവിടെ മാ എന്ന അർത്ഥത്തിലാണ്, നിരാകരിക്കാനാണ്. ഇനിൽ ഹുക്കും, ഹുക്കും ഇല്ല, ഇല്ലാലില്ല, ആർക്കല്ലാതെ? അള്ളാഹുവിനല്ലാതെ. അപ്പം എന്താണ് ഈ ഹുക്കും? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ആളുകളോടുള്ള ദഅവത്ത് തുടർത്തുകയാണല്ലോ, ദഅവത്ത് തുടർത്തുകയാണ്. ഇതൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നതാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ് ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല എന്നാണ്. എന്താ ഈ ഹുക്കും? ഹുക്കും എന്നുള്ളത് പിന്നെ വിധിക്ക് പറയും, ഖദാഇന് പറയും. അതേപോലെ തന്നെ വിധി, പിന്നെ അമ്ര അല്ലെങ്കിൽ തലബ്, ശാസനക്കും എന്ത് പറയും? ശാസനക്കും ഹുക്കും എന്ന് പറയും. ശാസിക്കുവാൻ, കൽപ്പിക്കുവാൻ അവകാശം ആർക്കല്ലാതെ ഇല്ല? അള്ളാഹ്ക്കല്ലാതെ ഇല്ല. വിധിക്കുവാനുള്ള അവകാശം അള്ളാഹുവിനല്ലാതെ ഇല്ല. ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബോഡിയും കൊണ്ട് ഇസ്രായേലിയർ രക്ഷപ്പെട്ട ചരിത്രം അല്ലേ? എന്താ പറഞ്ഞത്? എപ്പോഴാണത്? വഴി കാണാതായപ്പോൾ. അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് പോവുകയാണ്. ആറോ നബിയും മൂസയും ഇസ്രായേലിയരെയും കൊണ്ട് പോവുകയാണ്. എവിടേക്ക്? സമുദ്രം മാർഗേണ സൈനയിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ രായ്ക്ക് രാമാനാണ് അള്ളാൻ്റെ കൽപ്പന വരുന്നത്. അപ്പോൾ ഇസ്രായേലിയരുടെ വീടുകൾക്കൊക്കെ അടയാളം വെച്ചിട്ട് അവരെ രായ്ക്ക് രാമാനം വിളിച്ചിറക്കുകയാണ്. അപ്പോൾ രാത്രി വിളിച്ചിറക്കിയിട്ട് ഇനി ഇസ്രായേലിയരെയും കൊണ്ട് പോകണം മൂസ നബി അവിടേക്ക്, കടലിന് നേരെ. അപ്പോഴത്തേക്ക് ആരറിയാണ് ഈ വിഷയം? ഫിറൗനും കൂട്ടരും അറിയാണ്. അപ്പോൾ ഫിറൗനും കൂട്ടരും ഇളകി പുറപ്പെടുന്നതിന് മുമ്പ് ഇവർക്ക് എന്ത് ചെയ്യണം? ഇസ്രായേലിയരെയും കൊണ്ട് കടലിലേക്ക് പോകണം. പക്ഷേ എങ്ങനെയായിട്ടും വഴി തെളിയുന്നില്ല. അതാണ് കടൽ മാർഗേണ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്, ഹാറൂൻ നബി ഉണ്ട്, രണ്ടാക്കും വഴി തെളിയുന്നില്ല. അപ്പോഴാണ് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് എന്താണ് എന്നുള്ളത് അമ്പരക്കുന്നത്. അപ്പോഴാണ് പറയുന്നത്, പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ പറയുന്നത്, നമുക്ക് വഴി തെളിയണമെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇങ്ങോട്ട് പോകണം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകണം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണത് ആർക്കാണ് അറിയുക? അപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ ഒരു അജൂസ് ബനി ഇസ്രായേലിയരിലെ ഒരു വൃദ്ധ സ്ത്രീ ഉണ്ട്, അവർക്കാണ് അറിയുക. അപ്പോൾ അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് അത് അറിയിക്കാൻ പറയണം. അപ്പോൾ ആ മഹദി പറയുന്നുണ്ട്, ഹത്ത തുഅ്തിയനി ഹുക്മി, ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എൻ്റെ ഹുക്കും എനിക്ക് തരണം. എൻ്റെ ഹുക്കും എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ തലബ്, എൻ്റെ അഭ്യർത്ഥന, എൻ്റെ ആവശ്യം, എൻ്റെ കൽപ്പന, അത് നിങ്ങൾ തരണം എന്ന് പറയണം. അപ്പോൾ വമാ ഹുക്കുമിക്ക്, നിങ്ങളുടെ ഹുക്കും എന്താന്ന് ചോദിക്കുക മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ എന്താ പറഞ്ഞത്? അൻ അകൂന മഅക ഫിൽ ജന്ന എന്നാണ്. അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ അവസരം ഉണ്ടാകണം. അങ്ങയോടൊപ്പം മൂസയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ അവസരം ഉണ്ടാകണം. അപ്പോൾ അതെങ്ങനെ? അപ്പോൾ കെരിഹ ഐ ഒഴ്ത്തിയാഹ എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചു. കഴിയാത്ത കാര്യമല്ലേ, സ്വർഗത്തിലിടം കൊടുക്കുക എന്നുള്ളത് അള്ളാൻ്റെ പ്രത്യേകതല്ലേ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വഹി നൽകി, എന്ത്? പിന്നെ അവരോട് പറയൂ, പിന്നെ അവരുടെ ഹുക്കും അവർക്കുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്തു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് അറിയിച്ചപ്പോഴാണ് ഒരു തടാകത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് വെള്ളം ഒഴിവാക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവിടെ കുഴിക്കാൻ പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അടക്കം ചെയ്യപ്പെട്ട ആ ഒരു പെട്ടകം അത് എടുക്കപ്പെടുകയും സമുദ്രമാർഗേണ അതിൽ നിന്നൊരു വെട്ടം പോവുകയും ആ വഴിയെ അവർ രക്ഷപ്പെടുകയും ചെയ്ത വിഷയം പറയുന്നത്. പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഹുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസന, ആവശ്യം, അതേപോലെ തന്നെ വിധി, ഇതൊക്കെ അർത്ഥമുണ്ട്. ഈനിൽ ഹുക്കുമു ഇല്ലാലില്ല, ശാസിക്കുവാനുള്ള അധികാരം, വിധിക്കാനുള്ള അധികാരം അത് അള്ളാഹുവിനാകുന്നു, അള്ളാഹുവിന് മാത്രം. അതാണ് ഈനിൽ ഹുക്കുമു ഇല്ലാലില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് അവരോട് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ട ശാസിച്ചത് പറയാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല അമറ. അമറ എന്നാണ് എന്താ? അതിന് മനസ്സിലാക്കാത്തത് എന്താ? ഇനിൽ അമ്രു ഇല്ലാലില്ല എന്നാണ്. ശാസന അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അമറ, അവൻ ശാസിച്ചിരിക്കുന്നു, അള്ളാഹു ശാസിച്ചിരിക്കുന്നു. എന്താ ശാസിച്ചത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അമറ അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ, അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു, ശാസിച്ചിരിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ദാലിക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു മാത്രം ആരാധിക്കപ്പെടുക എന്നുള്ളത്, അതാണ് ദാലിക അദ്ദീനുൽ ഖയ്യിം. അദ്ദീനുൽ ഖയ്യിം, അൽ ഖയ്യിം എന്ന് പറഞ്ഞാൽ മുസ്തഖീം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ? നേരായ.
നേരായ ദീൻ, ഋജുവായ അവക്രമായ ദീൻ അതാകുന്നു. അള്ളാഹു മാത്രം ആരാധിക്കപ്പെടുക എന്നുള്ളതാണ് നേരായ ദീൻ. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുമ്പോൾ എന്തായി ദീന്? അത് വളഞ്ഞ്. വലാക്കിൻ അക്സറന്നാസ് ലാ യഅലമൂൻ. വലാക്കിൻ എന്നാൽ അക്സറന്നാസ് ജനങ്ങളിൽ അധിക പേരും ലാ യഅലമൂൻ അവരറിയുന്നില്ല. അവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തറിയുന്നില്ല? ഈ ഒരു വിഷയം അവക്രമായ ദീന്, അള്ളാഹു മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു മാത്രമേ ആരാധിക്കാവൂ. ഈ വിഷയങ്ങൾ ഭൂരിഭാഗവും ലാ യഅലമൂൻ. ഇവിടെ ഈ ഒരു ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അത് അന്നും പണ്ട് മുതൽ ഇന്നോളം ഒരു ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ചാണ് കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞത്. കലിമത്തു ഹഖിൻ അല്ലെങ്കിൽ അലി റളിയല്ലാഹു തആല പറഞ്ഞത് ഉരീദ ബിഹിൽ ബാത്തിൽ. കലിമത്തു ഹഖിൻ, ഈ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്നുള്ളതാണ് ഒരു ഹക്കായ വചനമാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് 3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിൽ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ യഖുസ്സുൽ ഹഖ വഹുവ ഖൈറുൽ ഫാസിലീൻ, സൂറത്ത് അൻആമിൽ. പിന്നെ ഇനി സൂറത്ത് യൂസുഫിൽ ഇവിടെ ഇനി ഇത് വരാനിരിക്കുന്നത് പിന്നെ സൂറത്ത് യൂസുഫിൽ തന്നെ ഇനി ഇത് വരും. എന്താ ഈ കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ? ഇത് ഹക്കായ കലിമത്താണ്, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ്? അനർത്ഥമാണ്, അതേപോലെ തന്നെ അസത്യമാണ്. അത് പറയാൻ കാരണം ഈ വിധികർത്തൃത്വത്തിൻ്റെ വിഷയത്തിൽ ചില ആളുകൾ എന്ത് ചെയ്തു? തീവ്രമായ നിലപാടുകാരായി. മറ്റൊരു വിഭാഗം ആളുകൾ പറ്റേ ശുഷ്ക നിലപാടുകാരായി. തീവ്രമായ നിലപാടുകാർ ഖവാരിജികൾ, ശുഷ്കമായ നിലപാടുകൾ എന്ത് ചെയ്തു? അത് മുർജിയ കക്ഷികൾ. അള്ളാഹ്ക്ക് മാത്രമേ വിധി തീർപ്പിന് അധികാരമുള്ളൂ. അള്ളാഹു അല്ലാത്തവർ ആര് വിധിച്ചാലും ആ വിധിക്കുന്നവർ ഇസ്ലാമെന്ന് പുറത്ത്, ആ വിധിയെ സമ്മതിക്കുന്നവരും ഇസ്ലാമെന്ന് പുറത്ത്, കുഫറിൻ്റെ വാക്താക്കൾ. അതുകൊണ്ട് തന്നെ അവർ ഈ ശിരച്ഛേദം, വധശിക്ഷ അർഹിക്കുന്ന പാപികൾ എന്നിടത്താണ് ആരെത്തിയത്? ഖവാരിജികൾ എത്തിയത്. അതിൽ ചരിത്രത്തിൽ ഈ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹുവിൻ്റെ മകനൊരു അബ്ദുള്ള, അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും ഇറാഖിൽ ഫുറാത്ത് യൂപ്രട്ടീസ് നദിയുടെ ആ ഭാഗത്ത് അവർ നിൽക്കുമ്പോൾ, അന്ന് ഖവാരിജികളൊക്കെ ഇറാഖിലേക്ക് ഉൾവലിഞ്ഞ കാലമാണ്. അപ്പോൾ ഒരു യഹൂദൻ്റെ തോട്ടത്തിൻ്റെ പക്കത്താണിത് യൂപ്രട്ടീസ് സ്ഥിതി ചെയ്യണത്. അപ്പോൾ യഹൂദൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ കാരൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഖവാരിജികൾ, അപ്പോൾ ഈ തോട്ടത്തിലുള്ള നിന്ന് വീണ കാരക്ക അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് തിന്നാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പൊതുസമ്മതമായിട്ടുള്ളൊരു വിഷയമാണ്. വീണെടുക്കുന്ന കാരൊക്കെ എടുത്ത് തിന്നുള്ളത്. പക്ഷെ ഖവാരിജികൾ അതുപോലും തിന്നണില്ല, അനുയായികളെ തടുക്കുകയാണ്. അത് അനർഹമാണ്. യഹൂദൻ്റേതാണെങ്കിലും അത് അനർഹമാണ്, നമ്മൾ തിന്നാൻ പാടില്ല, എടുത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്ര സൂക്ഷ്മതയാണ് അവർക്ക്. അങ്ങനെ അവർ ഈ കാരക്കൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തുന്നിടത്തേക്കാണ് ആര് വരുന്നത്? ഖബ്ബാബ് ഇബ്നുൽ അറത്തും ഭാര്യയും കുട്ടിയും വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി സഹാബിയാണെന്നുള്ളത്. അവർക്കറിയാം, അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബിനെ അറിയാം. അപ്പോൾ ചോദിക്കുകയാണ്, മാ തഖൂലു ഫീ ഉസ്മാന വ അലി, നിങ്ങൾ ഉസ്മാനെ കുറിച്ചും അലിയാരെ കുറിച്ചും എന്താ പറയുന്നത്? അപ്പോഴത്തേക്ക് ഉസ്മാനും അലിയും തമ്മിലുള്ള പ്രശ്നം നടന്ന് അലിയാരിൽ നിന്ന് വിഘടിച്ചവരാണ് ഖവാരിജികൾ. അലിയാരിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്നവരാണ് ഖവാരിജികൾ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ രണ്ടാളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളാണ്. ഹുമാ സാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സഹാബത്താണ് അവർ രണ്ടുപേരും. അസഅബ ഫി ബഅദിൽ ഉമൂർ വ അഖ്ത ഫി ബഅദിൽ ഉമൂർ, ചില കാര്യങ്ങളിൽ അവർക്ക് ശരി ഭവിച്ചു, ചില കാര്യങ്ങളിൽ അവർ വീഴ്ചയും ഭവിച്ചു അല്ലേ, പക്ഷെ അവർ റസൂലുള്ളാഹിൻ്റെ സഹാബികളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഇവർ പറയാണ്, നിങ്ങളുടെ ഈ കൽബിലെ വിശ്വാസം ഉണ്ടല്ലോ, അത് നിങ്ങളെ ദീനിൽ നിന്ന് പുറത്താക്കി. കാരണം ഇവർ അലി കാഫിറാണെന്ന് വിധിച്ചവരാണ്. അലി കാഫിറാണെന്ന് വിധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അലി കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ? ഒരു കാഫിറിന് അവൻ കാഫിറല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞവൻ കുഫറാവും. കാഫിറാണ്, അവൻ്റെ ഉക്കം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുഫറാണെന്ന് പറയണ്ടേ. അത് പറയാത്തവൻ എന്ത് ചെയ്യും? കാഫിറാവും. അതുകൊണ്ട് നിങ്ങൾ
കാഫിറിനെ കാഫിർ എന്ന് പറഞ്ഞെന്നില്ല. അതുകൊണ്ട് നിങ്ങളെന്താണ്, നിങ്ങൾ കാഫിറാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവർ ടൈഗ്രീസിൻ്റെ അരികിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട്, ആടിനെ വലിച്ചുകൊണ്ടുപോയിട്ട് എന്ത് ചെയ്തതാണ്, അവർ അറുത്തു എന്നാണ്. അറുത്തിട്ട് ആ ടൈഗ്രീസിലേക്ക് ഈ രക്തം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങി എന്നാണ്. അപ്പോൾ ഈ യഹൂദൻ ചോദിച്ചു എന്നാണ്, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ മഹാത്ഭുതം, ഒരു കാരക്ക തിന്നുന്ന വിഷയത്തിൽ നിങ്ങളുടെ സൂക്ഷ്മത, ഒരു കാരക്ക തിന്നുന്ന വിഷയത്തിൽ നിങ്ങളുടെ സൂക്ഷ്മത, നിങ്ങളുടെ റസൂലിൻ്റെ അനുചരനാണ്, ആ അനുചരനെ അറുക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു സൂക്ഷ്മതയില്ലേ എന്ന് ആ യഹൂദൻ ചോദിച്ചു പോയി എന്നാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവർ കൊന്നിട്ടുണ്ട്. കുട്ടി പിന്നെ പ്രായപൂർത്തിയായിട്ടില്ല, ഭാര്യയെ കൊന്നു, ഭാര്യ ഗർഭിണി കൂടിയായിരുന്നു. അതാണ് ഖവാരിജികൾ. അവരുടെ അത്ര അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവർ പിന്നെ കാഫിറാക്കാനുള്ള കാരണം എന്താണ്? ഇതാണ് വിഷയം. അവർ പറഞ്ഞു അലി ഹക്കമർ റിജാൽ, ആളുകളെ വിധികർത്താക്കളാക്കി. അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം ആർക്കേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. വിധികർത്തൃത്വം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ അലി എന്ത് ചെയ്തു? അലി ആളുകളെ വിധികർത്താക്കളാക്കി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കലിമത്ത് ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, ഇബ്നു അബ്ബാസ് ഒക്കെ ഇത് പറഞ്ഞത്. ഇത് സംഭവം ഹക്കാണ്, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നേരെ അവർ ഉൾട്ടയാണ്. അതെന്താ വിഷയം? അത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ ഒരു ചിന്തയിൽ നിന്ന് ഇങ്ങനെ പിൽക്കാലങ്ങളിലേക്ക് പെരുകാനും വളരാനും ഉണ്ടാകാനും കാരണം ഈ ഒരു അടിസ്ഥാനം തന്നെയാണ്. അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ആര്? ഖവാരിജുകൾ. അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മാറിയത്. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല അൻഹു തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങൾ, അന്ന് സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, രണ്ട് കക്ഷികൾ മാറി നിൽക്കേണ്ട, അതിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്യാം, ചില ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും എന്നിട്ട് അവരുണ്ടാക്കുന്ന ഒരു സുൽഹിൽ നമുക്ക് സന്ധിയിൽ പിരിയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ പക്കൽ നിന്നുള്ള ആളുകളെ, അബൂ മൂസ അശ്അരിയെ പോലുള്ളവരെ ആളുകളെ നിശ്ചയിച്ചു. ഉണ്ടോ? ഇതാണ് ഹക്കമർ റിജാൽ, ഇതാണ് തഹ്കീം എന്ന് പറയാം, മസ്അലത്തു തഹ്കീം. അതായത് മുആവിയ റളിയല്ലാഹുവിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്, അലി റളിയല്ലാഹുവിൻ്റെ കൂടെ ആളുകളുണ്ട്. മുആവിയ റളിയല്ലാഹു ചില ആളുകളെ നിശ്ചയിക്കുക, അലി റളിയല്ലാഹു ചില ആളുകളെ നിശ്ചയിക്കുക, എന്നിട്ട് അവർ എന്ത് ചെയ്യുക, ഒരു സുൽഹിലെത്തുക, എന്നിട്ട് പ്രശ്നമില്ലാതെ പറഞ്ഞു തീരാം. പ്രത്യേകിച്ച് ബദറിൽ പങ്കെടുത്ത മുതിർന്ന സഹാബികളൊക്കെയാണ് എന്ത് ചെയ്തത്, അതിൽ ഭാഗവാക്കാക്കിയത്. മുസ്ലിമീങ്ങൾ രണ്ട് കക്ഷികളായി വിഘടിച്ച് നിൽക്കണ്ടല്ലോ, ഒന്നിക്കാം എന്ന നിലക്ക് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിന് ആ നിശ്ചയവും വളരെ ഗംഭീരമാണ്. പക്ഷേ ആളുകളെ വിധികർത്താക്കളാക്കി നിശ്ചയിച്ചതോടുകൂടി അലിയാരുടെ കൂടെയുള്ളവർ പറയാണ്, വിധികർത്തൃത്വം അള്ളാഹ്ക്ക് മാത്രമല്ലേ, അലി എങ്ങനെയാണ് ഈ ആളുകളെ വിധികർത്താക്കളാക്കുക? അങ്ങനെയാണ് ആയിരങ്ങൾ വിട്ടു നിൽക്കുകയാണ്. അവർ അലിയാറിൽ നിന്ന് മാറി നിന്ന് മാത്രമല്ല, അലിയാർ കാഫിറാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അലിയാർ കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. ആ കുഫർ, അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് ബിൻ അറത്തിനോട് ചോദിക്കുന്നത്, മാ തഖൂലു ഫി അലിയാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് കാഫിർ എന്ന് പറയുകയാണെങ്കിൽ അവർ പുമാലിട്ട് സ്വീകരിക്കും. പക്ഷേ റസൂലുള്ളാഹിൻ്റെ സഹാബിയാണ്, അവർക്ക് ശരി ഭവിക്കാം, തെറ്റ് ഭവിക്കാം. അത് പറഞ്ഞുകൂടിയാണ് ഇത് ചെയ്ത് അവർ കൊണ്ടുപോയിട്ട് ആടിനെ അറക്കും പോലെ അറുത്തിട്ട് അവരുടെ ആ ആദർശം അങ്ങനെ കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉണ്ട് ഈ ഖവാരിജികൾ, ഈ പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പിന്നെ വിഷയത്തിലുണ്ടല്ലോ, അന്ന് ഇവർ വിഘടിച്ച് നിൽക്കുകയാണ്. ആ വിഘടിച്ച് നിൽക്കുന്നത് പറഞ്ഞാൽ ഒരു കക്ഷിയായി മാറി നിൽക്കുക എന്ന് മാത്രമല്ല, പിന്നെ അവർ സഹാബികളെ കണ്ടാൽ ഇതേപോലെ അറുത്ത് കൊല്ലുന്ന ടീമാ, അലിയാരെ കൊല്ലാനുള്ള ടീമാ, അങ്ങനെയാണ് മാറിക്കണത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലിയാരോട് സമ്മതം ചോദിക്കുന്നുണ്ട്. അലി അമീറുൽ മുഅ്മിനീനല്ലേ, സമ്മതം ചോദിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് അവരോട് സംസാരിക്കാം. അപ്പോൾ അലിയാർക്ക് പേടി, ഇബ്നു അബ്ബാസിനെ അവർ കൈകാര്യം ചെയ്യൂലേ. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സധൈര്യം പിന്നെ അലിയാരുടെ സമ്മതപ്രകാരം എന്ത് ചെയ്യണം, അവരുടെ അടുക്കലേക്ക് പോവുകയാണ്. അവരോട് പോയിട്ട് അവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ വളരെ മുഞ്ചുള്ള ഡ്രസ്സിലാണ് പോയത് എന്നാണ് ഇബ്നു അബ്ബാസ്. അപ്പം തന്നെ അവർ ചോദിക്കുകയാണ്, മഹാദിഹിൽ ഹുല്ലത്ത് ഇബ്നു അബ്ബാസ് എന്നോ, ഇതെന്താ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്? കാരണം അവർക്ക് ഇതൊക്കെ എന്താണ്, അവർ വളരെ ഭൗതിക വിരക്തരാണ്. അവരുടെ ഡ്രസ്സ് ഇബ്നു അബ്ബാസ് ചെന്ന് നോക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ
പറ്റ ഈങ്ങിയ ഡ്രസ്സാണ്, അത്ര വിദഗ്ധരാണ്. മാത്രമല്ല അവരുടെ നെറ്റിയും കാൽമുട്ടുകളൊക്കെ നിസ്കരിച്ച് ഒട്ടകത്തിൻ്റെ കാൽമുട്ടുകളെ പോലെയാണ് നെറ്റിയും മുട്ടുമൊക്കെ. ഒട്ടകത്തിൻ്റെ പറഞ്ഞാൽ ഒട്ടകം മുട്ടുത്തി ഇങ്ങനെ തഴമ്പുണ്ടാവുമല്ലോ, അതേപോലെ അത്ര ആരാധനയിലാണ് അവർ. ഇങ്ങനെ ഭൗതിക വിരക്തിയിൽ അവരിലേക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നത്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ വന്നപ്പോൾ പിന്നെ അവർ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ അടുത്ത് നിന്ന് വരികയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ്റെ അടുത്ത് നിന്ന് വരികയാണ്. വിശുദ്ധ ഖുർആൻ ആരിൽ അവതരിപ്പിച്ചോ വഹി ഇറങ്ങുന്നതിന് ആര് സാക്ഷിയോ അവരിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആഗമനത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവരെ ആയത്ത് ഓതുന്നുണ്ട്. ഖുറൈശികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ ബൽഹും ഖൗമുൻ ഖസീമൂൻ അല്ലേ, ഖുറൈശികൾ തർക്കത്തിൻ്റെ ആളുകളാണ്, മിണ്ടാൻ പോണ്ടെന്നല്ലേ. ആ ആയത്തൊക്കെ ഇവർ ഓതുന്നുണ്ട്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരോട് വളരെ ഹൃദ്യമായ രീതിയിലുള്ളതായ സംസാരം നടത്തി. ഏതായാലും അവർ ഇബ്നു അബ്ബാസിനെ കേൾക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട് ഇബ്നു അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിഹ്റുഹു, റസൂലുള്ളാഹിൻ്റെ പിതൃവ്യപുത്രൻ, റസൂലുള്ളാഹിൻ്റെ മരുമകൻ അലീനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പിന്നെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 3 കാര്യങ്ങൾ. അതിലൊന്നിതാണ് ഹക്കമർ റിജാൽ. എന്താ ഹക്കമർ റിജാൽ? ആളുകളെ വിധികർത്താക്കളാക്കി. 2 എന്നിട്ട് അള്ളാഹു പറഞ്ഞതോ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്നാണ്. 2 പിന്നെ ആളുകളോട് യുദ്ധം ചെയ്തു, ആളുകളെ ബന്ദികളായിട്ട് പിടിച്ചില്ല, അവരുടെ ഗനീമത്ത് സ്വത്ത് കൊണ്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? യുദ്ധം ചെയ്തു ആളുകളോട്. ആരുടെ യുദ്ധം ചെയ്തത്? ഇവരോട് തന്നെയാണ് യുദ്ധം ചെയ്തത്. എന്നിട്ട് ഇവരെ ബന്ദികളായി പിടിച്ചതുമില്ല, അവരുടെ സ്വത്ത് ഗനീമത്തെ സ്വത്തായിട്ട് കൊണ്ടതുമില്ല. അപ്പം അവിശ്വാസികളോട് യുദ്ധാർഹരായ ശത്രുക്കളായ അവിശ്വാസികളോട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരെ ബന്ദികളായിട്ട് പിടിക്കും, പിന്നെ അവരുടെ സ്വത്ത് ഗനീമത്തായിട്ട് എടുക്കും. ഇത് ഖവാരിജികളോട് യുദ്ധം ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ മുആവിയ റളിയല്ലാഹു കൂടെയുള്ളവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്തിട്ടില്ല, മുറിവേറ്റവരെ വരെ തൊട്ടിട്ടില്ല, അവിടെ കിടന്ന്. അതേപോലെ തന്നെ ബന്ദിയായിട്ട് പിടിച്ചവുമില്ല, അവരുടെ സ്വത്ത് ഗനീമത്തായിട്ട് എടുത്തവുമില്ല. അപ്പോൾ ഇവർ പറയാണ് അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, ആ മുസ്ലിമീങ്ങളാണെങ്കിൽ അവരെ ഒന്നുകിൽ ബന്ദിയായിട്ട് പിടിക്കണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ സ്വത്ത് ഗനീമത്തായിട്ട് എടുക്കും വേണം. ഇതാണ് പറഞ്ഞത്. പിന്നെ 3-മത്തേത് അവരാരോപിച്ചത് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള ആ വിശേഷണം തനിക്ക് മായിച്ചു. ആര്? അലി. മുആവിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? മുആവിയ റളിയല്ലാഹു അൻഹു അലി ഒരു കത്തയക്കുന്നുണ്ട്. അശ്അസ് ഇബ്നു ഖൈസ് പറയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആ കത്ത് കൊടുത്തയച്ചത്. അലി എഴുതിയതാണ് മിൻ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് ഇല മുആവിയ ഇബ്നു അബി സുഫിയാൻ എന്നാണ് കത്ത്. അപ്പോൾ മുആവിയ കത്ത് വായിച്ചിട്ട് പറയുകയാണ് അലി അമീറുൽ മുഅ്മിനീൻ ആണെന്ന് ഞാൻ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളുടെ ഒന്നും ആവശ്യമല്ലല്ലോ. കാരണം മുആവിയ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി തന്നെയാണ് ഖലീഫയാകേണ്ടത്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ പിടികൂടി സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാം, അലിയാരുടെ ബയ്യത്ത് അത് എന്നുള്ളതാണ് മുആവിയൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് മായ്ക്കാൻ പറയണം. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് മായ്ക്കാൻ, കാരണം അലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് നല്ല നിലയിൽ സന്ധിയിൽ പിരിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നതാണ് ഇബ്നു അബ്ബാസിനോട് അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് മായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പരാരാ? അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ മൂപ്പർ അമീറുൽ കാഫിരീൻ. അവരുടെ വായനയാണത്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ. ഏതായാലും ഇത് 3 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അത് വിശാലമായ ചരിത്രമാണ്. ഈ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പിന്നെ അലി റളിയല്ലാഹു തആലയുടെ ആ ഒരു നിലപാടിൽ അതിൻ്റെ ന്യായം പറഞ്ഞു തന്നാൽ, തെളിവ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറാതിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പോഴും ചിലർ കൂട്ടാക്കണില്ല. പക്ഷേ ഇബ്നു അബ്ബാസ് ആ സാഹചര്യം മുതലെടുത്തിട്ട് എന്ത് ചെയ്തു? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യഹ്കും ബിഹി ദവാ അദ്ലിൻ മിൻകും ഹദിയൻ ബാലിഗൽ കഅബ എന്ന് പറഞ്ഞില്ലേ. ഇഹ്റാമിലായിരിക്കെ നായാടിയാൽ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താ? ആ മുസ്ലിമീങ്ങളിൽ നിന്ന് നീതിമാന്മാരായ 2 ആളുകളുടെ വിധി പ്രകാരം 2 ആളെ വിധികർത്താക്കളാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ഇഹ്റാമിലായിരിക്കുക ഒരു ഹാജി അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നവൻ കരയിൽ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇതെന്താ? പ്രായശ്ചിത്തം ആട് മാടൊട്ടകങ്ങളിൽ നിന്ന് തത്തുല്യമായി നൽകണമെന്നാണ്. ഇപ്പോൾ ഒരാൾ ഒരു മൃഗത്തെ വേട്ടയാടി, ഒരു മാനിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ആ വേട്ടയാടപ്പെട്ട മൃഗവും ആട് മാട് ഒട്ടകം ഈ 3 എണ്ണത്തിൽ അതിന് തത്തുല്യമായത് ഏത് എന്നുള്ളത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്?
പ്രായശ്ചിത്തം കൊടുക്കേണ്ടത്. ഒട്ടകത്തിന് തത്തുല്യമായതാണെങ്കിൽ ഒട്ടകത്തിന് കൊടുക്കണം. അതല്ല പിന്നെ മാടിനോടോ ആടിനോടോ തത്തുല്യമായതാണെങ്കിൽ അത് കൊടുക്കണം എന്നാണ്. ഇതാരാ വിധിക്കേണ്ടത്? വിധിക്കേണ്ടത് അള്ളാഹു പറയാണ്, നിങ്ങളിൽ നിന്ന് 2 പേർ എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകളെ വിധികർത്താക്കളാക്കാൻ ആയത്ത് ഓതി കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉൻ മിസ്ലു മാ ഖതല മിനൻ നഅം യഹ്കും ബിഹി ദവാ അദ്ലിൻ മിൻകും എന്നുള്ള ആയത്ത് ഓതി കൊടുത്തപ്പോൾ, അതേപോലെ മറ്റ് വിഷയങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ചില റിപ്പോർട്ടുകൾ കാണാം അവർ പിന്നെ ആയിരങ്ങളാണ്. അതിൽ നിന്ന് വലിയൊരളവ് അവർ മടങ്ങി എന്നാണ്, അലിയാരുടെ പക്ഷത്തേക്ക് മടങ്ങി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് ഇതുണ്ട്, ഇതൊക്കെ ഒരു വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ എന്നുള്ള ഇതുണ്ടല്ലോ, അള്ളാഹ്ക്ക് മാത്രം വിധികർത്തൃത്വം എന്നുള്ളൊരു വിഷയം, അത് വളരെയധികം ദുർവ്യാഖ്യാനിക്കപ്പെട്ട, തെറ്റായി മനസ്സിലാക്കപ്പെട്ടതായ ഒരാശയമാണ്. അതിലൊന്നാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്, ഈ ഖവാരിജികളുടെ വിഷയം. ഇതേപോലെ മുർജിയാക്കളുടെ ഒരു വിഷയം അത് പറയാം. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ തെറ്റിദ്ധരിക്കപ്പെട്ട, ദുർവ്യാഖ്യാനിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച അതിൻ്റെ തുടർച്ചയിൽ പറയാം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.